You're just like my favorite song going round and round my head. Like my favorite song going round and round my head. 5 days on the freeway, riding shotgun with you. Two hearts in the fast lane, we had big dreams in blue. Playing sweet child of mine, and I still feel that line. Where are you now? Where are you now? Hey, it's been too long ago, my love. Where did we go wrong? Too late to turn around. Where are you now? Where are you now? Hey, it's been too long. You're just like my favorite song going round and round my head. Like my favorite song going round and round my head. You're just like my favorite song going round and round my head. Like my favorite song going round and round my head. Hey, it's been too long. Some days I can feel it, but the feeling ain't all blue. You got me believing one day you gotta come through. Lost in these city lights, 'cause I can't sleep tonight. Where are you now? Where are you now? Hey, it's been too long ago, my love. Where did we go wrong? Too late to turn around. Where are you now? Where are you now? Hey, it's been too long. You're just like my favorite song going round and round my head. Like my favorite song going round and round my head. You're just like my favorite song going round and round my head. Like my favorite song going round and round my head. ബ്രദറിന്റെ കല്യാണം, അതോടൊപ്പം പപ്പയുടെ മമ്മിയുടെ 30th വെഡിങ് ആനിവേഴ്സറി. എങ്ങനെയാണ് ഇത് പൊളിക്കുമല്ലോ? പൊളിക്കുക, വിളിച്ചെടുക്കും. പരിശുദ്ധാത്മാവിൽ നീളും വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. കേഴുവാത്മാവിലാസമീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴും നുള്ളിൽ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നമുക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ ഒരുമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടത്. പിതാവിനും പുത്രനും Oh darling, there's not much that you can say to stop me from falling in like I am. Oh darling, even waves can't wash away our names in the sand. Never could, never can. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow, every kiss is whoa. They say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn, it wasn't the right time. Some people come in your life for a reason, others they come in your life for a season. But baby, you are a lifetime. Oh darling, there's no word that can describe the way that I feel tonight. Never could, never can. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow, every kiss
kisses. Whoa, they say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn, it wasn't the right time. Some people come in your life for a reason. Others, they come in your life for a season. But baby, you are a lifetime. Oh darling, there's no word that can describe the way that I feel tonight. Never could, never can. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow, every kiss is whoa. They say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn, it wasn't the right time. Some people come in your life for a reason. Others, they come in your life for a season. But baby, you are a lifetime. Oh darling, there's no word that can describe the way that I feel tonight. Never could, never can. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow, every kiss is whoa. They say you know when you know. Well, I know you're the one. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ. ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി. ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി. ഇവനിലായി ചേരുന്നു നീ മുറിവേഴ കൈരേഖ പോ. കൺചിമ്മാതെ കാക്കാമെന്നോമലേ ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് പരിശുദ്ധമായ എല്ലാ ക്രമത്തിലേക്ക് പ്രവേശിക്കുന്ന അബിൻ, രേഷ്മ, പദംബരന്മാരെ, ഇന്നേ ദിവസം വിവാഹത്തിൻ്റെ 30ാമത് വാർഷികം ആചരിക്കുന്ന അതിൻ്റെ മാതാപിതാക്കളായ വർഗീസ് സങ്കീർത്തനും മേഴ്സി രണ്ടുപേരും ഈ അനുഗ്രഹദായകമായ ദിവസത്തിൽ ഈ ദിവസത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും എല്ലാവർക്കും രണ്ടുപേർക്കും നേർന്നു കൊള്ളുകയാണ്. ഉൽപ്പത്തിയിൽ തന്നെ കർത്താവ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ ആദത്തെ ഉറക്കിക്കിടത്തിക്കൊണ്ട് ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ ഉദാസവചനം ഇപ്രകാരമാണ്: എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അതായത് ആദം ഹവ്വയെ നോക്കി പറഞ്ഞു, ഇവർ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിലുള്ള മാംസവും എന്നാണ്. ഓരോ വിവാഹം കഴിക്കുന്നവരും അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരും കഴിക്കുവാൻ പോകുന്നവരും ദൈവം അനാദികാലം മുമ്പേ തിരഞ്ഞെടുത്തപ്പെട്ടവളാണ്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. ആർക്കിന്നാരെന്നും ആർക്കിന്നാരുടെ ഭാര്യയാകണമെന്നും ആരിന്നാരുടെ ഭർത്താവാകണമെന്നും ദൈവം മുമ്പേ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഹിതം നടക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രാർത്ഥനയോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മോശപ്പെടുത്തി ഒരു കുടുംബജീവിതത്തിനായി ഇവിടെ ആയിരിക്കുന്ന ഇവരെ അനുമോദിക്കുകയും അവർക്കെല്ലാവരും ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, ഈ വിവാഹത്തിൻ്റെ നടത്തുന്നത് അല്ലെങ്കിൽ കർത്താവ് തന്നെയാണ്. കാരണം ഈ വിവാഹത്തെ ആശീർവദിക്കുന്നതും പൗത്രീകരിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യേശുനാഥൻ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ആ ഭവനത്തിൽ ചെന്നുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു. അവർക്ക് കുറവുകളുണ്ടായപ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ യേശുവും പരിശുദ്ധ കന്യകാമറിയവും ചെന്ന് ആ വീട്ടിൽ ചെന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു വലിയൊരു അനുഗ്രഹത്തിനായി ഇവർ തുടക്കം കുറിക്കുകയാണ്. ഇവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഒരു സമൂഹത്തിന് മുന്നിൽ വെച്ചാണ് നമ്മൾ വിവാഹങ്ങളുടെ കൂദാശയിൽ പ്രവേശിക്കുന്നത്. പുരോഹിതന് മുന്നിൽ വെച്ചാണ് ഒരു കൂദാശയുടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവിൻ്റെ ബലിപീഠത്തിന് മുന്നിൽ വെച്ച് നിങ്ങൾ സമ്മതം പ്രകടിപ്പിക്കുകയാണ്. സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ദാരിദ്ര്യ അനാരോഗ്യത്തിലും ഒക്കെ ഒന്നിച്ചു കഴിയാമെന്നും ദാമ്പത്യ വിശ്വസ്ത പാലിച്ചുകൊള്ളാമെന്നും നമ്മൾ ഈ ദൈവസമക്ഷം നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദീർഘമായ ഒരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു. ദൈവം എല്ലാ അർത്ഥത്തിലും ആത്മീയമായും ഭൗതികമായും മക്കളെയും എല്ലാം നൽകണങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾക്ക് ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിനു മഹത്വം.
കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ ശ്രമിക്കുകയും അങ്ങേ മക്കളായ അങ്ങേ സമൃദ്ധമായ കാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ ഹർത്താലിയുടെ മുമ്പാകെ ഉണ്ടാക്കപ്പെടുന്നവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായ തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടെ നല്ല ചേരുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, പുരോഹിതരുടെയും സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യങ്ങളും ആശീർവദിക്കുന്നു. അവിടെ ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പ്രവർത്തീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്ത പാലിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. എബിൻ, രേഷ്മ, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. അതെ. അതെ. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ എന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുന്ന സന്നദ്ധരാണ്. അതെ. ദൈവം നിങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്തുവാൻ സന്നദ്ധരാണ്. അതെ. വിവാഹം പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വലത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കുക.
ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നതിന് സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച് പരസ്പര സമ്മതം കർത്താവ് കാരണത്തോട് സ്വീകരിച്ച് അനുഗ്രഹ ആശംസകൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ. Some people come in your life for a reason, others they come in your life for a season, but baby you are a lifetime. Baby you are a lifetime. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം നൽകി. സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാം അഭിവൃദ്ധിപ്പെടുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച് ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധനായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങളെ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും സംയോജിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം എന്റെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരാകുന്ന അങ്ങയുടെ പ്രിയ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നവരുടെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാൻ വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. എന്റെ കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കല് കാര്യപൂർവ്വം സ്നേഹിക്കുകയും വിവാഹപൂർവാശയുടെ സംയോജിപ്പിച്ചുകൊണ്ട് പിതൃവാത്സല്യത്താൽ കാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ പറയുന്നു. മഹത്വത്തിലുള്ളവർ സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അഭിരാമം ആരംഭിക്കുന്നു. പതിവോ മാറും പകലോ വന്നേ ചാരേ, പകരം നൽകാൻ പലതും ഉള്ളം തേടി. നിന്നെ നീ അറിയാൻ അതെന്നും ഞാൻ അറിയാൻ, ഒരു കണ്ണാടി തുണ്ടായി കണ്ണിൽ കൂടാം ഞാൻ. ഇനി ചൊല്ലാ കഥകൾ മൊഴിയാം കാതോരം, ചിരിപ്പൂക്കാനായി ആ ചുണ്ടിൽ തേനും നൽകിടാം. പതിവോ മാറും പകലോ വന്നേ ചാരേ, പകരം നൽകാൻ പലതും ഉള്ളം തേടി. നിന്നെ നീ അറിയാതെന്നും ഞാൻ അറിയാൻ, ഒരു കണ്ണാടി തുണ്ടായി കണ്ണിൽ കൂടാം ഞാൻ. ഇനി ചൊല്ലാ കഥകൾ മൊഴിയാം കാതോരം, ചിരിപ്പൂക്കാനായി ആ ചുണ്ടിൽ തേനും നൽകിടാം. പകലും ഇരവും നിൻകൂടവേ നിഴലായി പടരുകയാണെൻ മനമേ. കവിളിൻ ചിമിഴിൽ ഒരു പൊൻതാരകം പൂക്കും പോലെ മെല്ലെ പൂക്കാൻ മോഹം വിങ്ങുന്നേ. സഞ്ചാരികൾ ഇരുപിറാവുകൾ നമ്മൾ കാലങ്ങൾ തോറുമേ
പതിയെ പാറിടാം ദൂരെ. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ. The life of Achal and Sheshi, as they began their journey towards the sea, has been filled with love, care and support from their families and friends. I would like to welcome the beautiful bride and handsome groom onto the stage. Please give them a big round of applause. ഫുഡ് കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധ ഇങ്ങോട്ട് തന്നാൽ മാത്രം മതി. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. സർവശക്തനും കാരണവാനായ ദൈവമേ, ഇന്ന് വിവാഹം എന്ന കൂദാശയിലൂടെ പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട എബിനെയും രേഷ്മയെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ അങ്ങയുടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇവരാരംഭിച്ച പുതിയ ജീവിതം കർത്താവായ ഈശോയെ എല്ലാ വിധത്തിലും അനുഗ്രഹപൂർണ്ണമായി മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രത്യേകമായിട്ട് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും ഉപകാരികളുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഇവരിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പുതിയ ജീവിതത്തിൻ്റെ പ്രകാശം നിറഞ്ഞ പ്രകാശമായ അങ്ങയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യപ്രകാശം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് വലിയ അടയാളമായ പ്രകാശമായി കടന്നു വന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് അങ്ങ് നൽകി തന്ന ആ സ്നേഹം ഇവർ ദമ്പതികളായി ജീവിക്കുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ മക്കൾക്കും ജീവിക്കാനായിട്ട് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് എബിനും രേഷ്മയും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പരസ്പരം വിശ്വസ്തയിലും സ്നേഹത്തിലും ജീവിക്കാനുള്ള കൃപാവരം കൊടുക്കണമേ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ പ്രകാശത്തിൻ്റെ അടയാളമായ ഈ ദീപം തെളിയിച്ചുകൊണ്ട് ഇവർ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ തിരി തെളിയിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം പ്രകാശം ഇവരുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണം. കൺഗ്രാറ്റുലേഷൻസ് ഡിയേഴ്സ്. ഈ ദീപത്തിൽ നിന്നുയരുന്ന പ്രകാശം നിങ്ങളുടെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായി എബിന്റെ മാതാപിതാക്കൾ ഒന്നിച്ച് ദീപം തെളിയിക്കുന്നു. എബിന്റെ മാതാപിതാക്കൾ സിനിയും ദാസും ഒന്നിച്ച് ദീപം തെളിയിക്കുന്നു. മക്കളുടെ നന്മയ്ക്കായി സ്വയം ഉരുകി എന്നും പ്രകാശമായി മാറുന്നു മാതാപിതാക്കൾ. രേഷ്മയുടെ അമ്മ ദീപം തെളിയിക്കുന്നു.
മാതാപിതാക്കൾ തെളിയിച്ച ദീപം ഈ മക്കളുടെ ജീവിത വീതികളിൽ എന്നും പ്രകാശം പരത്തട്ടെ. The cake cutting service. As they cut this cake together, they signify their commitment to each other, the start of a new chapter in their life. My dear Acharya and Chetu, as you cut this cake, we wish for you to grow sweeter and stronger with each passing day. പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പരന്നൊരാൾ അരികിൽ ചേരും അരികെ ഞാൻ തൊടുന്നതും അവളോമായും This is the love story of our dearest Sini and Das. ഇന്നും യുവമിത്രങ്ങളായിരിക്കുന്ന ഇവർക്ക് നൽകാം നമുക്ക് നല്ലൊരു കൈയടി. നമ്മുടെ രേഷ്മയുടെയും എബിൻ്റെയും മാതാപിതാക്കളായ വർഗീസിന് മേഴ്സിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 1995 മെയ് മാസം 15-ാം തീയതിയാണ് ഇവർ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരു ജീവിതം ആരംഭിച്ചത്. ഇന്ന് വളരെയേറെ പ്രത്യേകതയുണ്ട്. ഇന്ന് എബിൻ്റെയും രേഷ്മയുടെയും വിവാഹം അതേ ദിനം തന്നെ നടക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവം അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും മാതാപിതാക്കളായ വർഗീസിൻ്റെയും മേഴ്സിയുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു നിമിഷം നന്ദി പറയാം. കർത്താവായ ഈശോയെ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവിടുന്ന് സമ്മാനമായി നൽകിയ മകൻ ഇന്ന് വിവാഹമെന്ന കൂദാശയുടെ പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങ് 30 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാരെ വെച്ച് ഒന്നിപ്പിച്ച ഇവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു പൂർണ്ണത, മഹത്വം ഒന്നുകൂടി വർദ്ധിക്കുകയാണല്ലോ. വളരെ പ്രത്യേകമായിട്ട് നാളിതുവരെ ഇവരുടെ ജീവിതത്തിൽ ചോരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അങ്ങയുടെ കൃപയോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർന്നു വന്നതിനെ ഓർത്ത് നന്ദി പറയുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ സമ്മാനമായി അങ്ങ് നൽകിയ 2 മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. എബിനെയും എൽസയും ഓർത്ത് വളരെ പ്രത്യേകമായിട്ട് അതിൽ എബിൻ ഇന്ന് വിവാഹമെന്ന കൂദാശയിലൂടെ പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ സന്തോഷം ഇരട്ടിയാകുന്നു. ഇവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയുന്നതോടൊപ്പം ഇനിയും അനേകം വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹം എല്ലായ്പ്പോഴും അനുഭവിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഒരുമിച്ച് ജീവിക്കുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വർഗീസിനെയും മേഴ്സിയെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസ്ത്യപിതാവിൻ്റെയും വലിയ ശക്തമായ മാധ്യസ്ഥം ഇവരുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. തിരുകുടുംബം പോലെ നല്ലൊരു കുടുംബമാക്കി ഇവരെ മാറ്റുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ധീമാ 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 இருதய கூட்டை இடித்தவளே, என் பெற்றோர்க்கு செல்ல மருமகளே, பக்கத்துல நாம் அடுக்க வழி சொல்லம்மா, ரத்தத்துல பெத்தெடுக்க விதி விடுமா. धीमा 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 धीमा
இரவினில் மிதவெயிலினில் இத வெளிச்சத்தில் மழை வருமென உன்னை தருமென அண்டத்தின் எண்ணம் என்னென்ன என நீ அமைத்திடும் வீட்டுக்குள் உள்ள பூச்செடிகளின் பூக்களை வெல்ல சுருள் முடியுடன் இரு மகன்களை இறை வழங்கிட இமை நிறந்திட கட கடவென கவிதைகள் என கதை வளர்ந்ததும் அவர் வளர்ந்ததும் மறுமுறை இருமுறை உன் பிறவியை கிடைக்கணும் அவர்களுக்குமே உன் முகம் கொண்ட இரு மகள்களை இறை அருளிட அனைவரும் அழகிய சுய படங்களை எடுக்கவே பக்கத்துல நான் பாடுக்க வழி சொல்லம்மா ரத்தத்துல பெத்தெடுக்க விதி விடுமா தீமா 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 தீமா
അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം ഒരു 100 പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി ഇത് പുണ്യമുണർന്ന സുവർണ ദിനം ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം നിന്നെ ഞാൻ